ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് 3 ആണ് ഞാൻ നേരത്തെ തുടങ്ങിയത്. ഞാൻ ആദ്യം ബ്ലോക്ക് 3 യൂണിറ്റ് 3 എടുത്തു, അത് കഴിഞ്ഞ് യൂണിറ്റ് 4 എടുത്തു, ഇപ്പോൾ യൂണിറ്റ് 1 എടുക്കുകയാണ് ബ്ലോക്ക് 3. നാളെ യൂണിറ്റ് 2 ആയിരിക്കും. ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് ആണ് നമ്മുടെ ടോപ്പിക്, റൈറ്റ്? അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളവർ ബ്ലോക്ക് 3 യൂണിറ്റ് 1 എടുക്കുക, ഇല്ലാണെങ്കിൽ എൻ്റെ നോട്ട് മൊബൈലിൽ റെഫർ ചെയ്യുക, റൈറ്റ്? ഇൻട്രൊഡക്ഷനിൽ ആറ്റിറ്റ്യൂഡ്, സോ വി ആർ ഡീലിംഗ് വിത്ത് ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്റ്റീരിയോടൈപ്സ്. So, introduction. Attitude refers to an individual's specific state of mind. Through which specific state of mind, wordings through which he expresses his opinions and feelings towards some conditions, things, events and persons in his social environment. നമ്മുടെ ചുറ്റുവട്ടാരത്തിലുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ മറ്റ് ആൾക്കാരെക്കുറിച്ചോ എന്തിനെക്കുറിച്ചും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന നമ്മുടെ ഒപ്പീനിയന്, നമ്മുടെ ഫീലിംഗ്, അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നേച്ചർ ഓഫ് ആറ്റിറ്റ്യൂഡ്, ഇതിൽ 3 ഡെഫിനിഷനുണ്ട് ആറ്റിറ്റ്യൂഡിൻ്റെ. ഈ 3 ഡെഫിനിഷനും അറിഞ്ഞിരിക്കണം. കഴിയുന്നതും ചില കാര്യങ്ങൾ കാണാൻ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാൻ പഠിക്കുക. 3 ഡെഫിനിഷനുണ്ട്, 3 വ്യത്യസ്ത തരത്തിലാണ്. ആറ്റിറ്റ്യൂഡ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് 1 ഡയമെൻഷൻ, ഒരു ഡയമെൻഷൻ, ഒരു ഫാക്ടർ മാത്രമായിട്ടുള്ള 1 ഡയമെൻഷൻ. അതിലെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഈസ് എ ലേൺഡ് പ്രീഡിസ്പോസിഷൻ ടു റെസ്പോണ്ട് ഇൻ എ കൺസിസ്റ്റൻ്റ്ലി ഫേവറബിൾ ഓർ അൺഫേവറബിൾ മാനർ. അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്രീഡിസ്പോസിഷൻ ആണ്, മുൻകൂട്ടി ഉള്ള ഒരു ഡിസ്പോസിഷൻ ഇൻ അൺഫേവറബിൾ മാനർ വിത്ത് റെസ്പെക്ട് ടു എ ഗിവൺ ഓബ്ജക്റ്റ്. ഒരു സംഭവത്തെക്കുറിച്ച് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പ്രതികരിക്കുന്നതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദി എസൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് വാസ് എ പേഴ്സൺസ് ഇൻറ്റൻസിറ്റി ഓഫ് ഫീലിങ്സ് ടുവേർഡ്സ് സം ഓബ്ജക്റ്റ്. ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സാധനത്തെക്കുറിച്ച് നമ്മുടെ തീവ്രമായ നമ്മുടെ ഫീലിങ്സിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അടുത്ത ഡെഫിനിഷൻ, Attitude may be defined in terms of 2 dimensions. നേരത്തെ പറഞ്ഞത് 1 dimension definition ആണ്. അടുത്ത ഡെഫിനിഷൻ ആണ് 2 dimension ആണ്. ഇറ്റ് ഈസ് 2 dimensions എന്ന് പറയുമ്പോൾ അഫക്റ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് കമ്പോണൻസ്. എന്താണ് ഈ അഫക്റ്റീവും കോഗ്നിറ്റീവും കമ്പോണൻസ്? കോഗ്നിറ്റീവ് കമ്പോണൻറ്റ് റെഫേഴ്സ് ടു എ പേഴ്സൺസ് ഒപ്പീനിയൻസ് ആൻഡ് ബിലീവ്സ് ടുവേർഡ്സ് സം ഓബ്ജക്റ്റ് ഓർ ഇവൻറ്റ്. അപ്പോൾ കോഗ്നിറ്റീവ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് അത് മെൻ്റൽ തിങ്കിങ് ആയിട്ടുള്ളതാണ്, മാനസികമായിട്ടുള്ളതാണ്. റെഫേഴ്സ് ടു എ പേഴ്സൺസ് ഒപ്പീനിയൻ, മനസ്സിലുള്ള ഒപ്പീനിയനും മനസ്സിലുള്ള ബിലീഫ്സുമാണ്. ടുവേർഡ്സ് സം ഓബ്ജക്റ്റ്, ഒരു സാധനത്തെക്കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ ഉള്ള മനസ്സിലുള്ള ഒപ്പീനിയനോ ബിലീഫോ ആണ് കോഗ്നിറ്റീവ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അഫക്റ്റീവ് കമ്പോണൻറ്റ് മീൻസ് ഹൗ സ്ട്രോങ്ലി എ പേഴ്സൺ ഫീൽസ് ഫോർ ദ ഇവൻറ്റ് ഓർ ഓബ്ജക്റ്റ് ഇൻ ക്വസ്റ്റ്യൻ. എന്തുമാത്രമാണ് നമ്മുടെ ഫീലിങ്സ്, അതിനോടുള്ള ഫീലിങ്സ് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണ്. ആ ഫീലിങ്സിനെയാണ് അഫക്റ്റീവ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ഫീലിംഗ് മേ ബി ഫോർ ഓർ അഗെയിൻസ്റ്റ്, അനുകൂലമോ പ്രതികൂലമോ ആവാം. ഇനി അടുത്തത്, ആറ്റിറ്റ്യൂഡ് മേ ബി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് 3 dimensions. ഇനി 3 ഡയമെൻഷനിലുള്ളത്, അതിൽ അഫക്റ്റീവ് ഉണ്ട്, കോഗ്നിറ്റീവ് ഉണ്ട്, ബിഹേവിയറലും കൂടെ ഉണ്ട്. 3 ഇതാണുള്ളത്. ദിസ് അപ്രോച്ച് ഈസ് നോൺ ആസ് ABC ഓഫ് ആറ്റിറ്റ്യൂഡ്. ചിലപ്പം ഈ പാർട്ട് സിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ABC ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ABC എന്ന് പറഞ്ഞാൽ അഫക്റ്റീവ്, ബിഹേവിയറൽ, കോഗ്നിറ്റീവ്. A എന്ന് പറയുന്നത് അഫക്റ്റീവ്, B ബിഹേവിയറൽ, C വന്ന് കോഗ്നിറ്റീവ്. ബിഹേവിയറൽ കമ്പോണൻറ്റ് ഇൻഡിക്കേറ്റ്സ് ആക്ഷൻ എ പേഴ്സൺ വുഡ് ടേക്ക് ഇൻ ഫേവർ ഓർ എഗെയിൻസ്റ്റ് ദ ഇവൻറ്റ് ഓർ ഓബ്ജക്റ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ വാക്കാൽ എങ്ങനെയാണ് പെരുമാറുന്നത്, അതാണ് ബിഹേവിയർ കമ്പോണൻറ്റ്. അഫക്റ്റീവും കോഗ്നിറ്റീവും നേരത്തെ പറഞ്ഞു, 2 dimensionൽ പറഞ്ഞു. അപ്പോൾ ഇതാണ് 3 components ആയിട്ട് ഈ ഫസ്റ്റ് 1 dimension, 2 dimension, 3 dimension ഡെഫിനിഷൻ. ഇനി ഈ ലാസ്റ്റ് ആയിട്ടുള്ള ഇതിൽ ദീസ് 3 components ഓഫ് ആറ്റിറ്റ്യൂഡ് ഹാവ് സം ക്യാരക്ടറിസ്റ്റിക്സ്. ഈ അഫക്റ്റീവും കോഗ്നിറ്റീവും ബിഹേവിയറിനും ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, വാലൻസ്. എന്താണ് ഈ വാലൻസ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് ഫേവറബിൾനെസ് ഓർ അൺഫേവറബിൾനെസ് ടു ദ ഓബ്ജക്റ്റ് ഓർ ഇവൻറ്റ് ഇൻ ക്വസ്റ്റ്യൻ. എന്തുമാത്രം നമ്മൾ അനുകൂലിക്കുന്നു, എന്തുമാത്രം നമ്മൾ പ്രതികൂലിക്കുന്നു എന്നുള്ളതിനെയാണ് ആ വാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഞാനിട്ട നോട്ടിൽ പേജ് 1 ആണ്. പേജ് 1 ലാസ്റ്റാണ് നമ്മളിപ്പം ഡീൽ ചെയ്യുന്നത് വാലൻസ്. സ്റ്റഡി മെറ്റീരിയൽ ഇതെല്ലാം സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയലും റെഫർ ചെയ്യാം. ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആണ്.
അടുത്തത് മൾട്ടിപ്ലിസിറ്റി. കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഹാവ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മൾട്ടിപ്ലിസിറ്റി. അതായത് ധാരാളം എലമെന്റ്സ് അവിടെ ഉണ്ടാവും. ഇറ്റ് മീൻസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് എ കമ്പോണൻറ്റ് ഹാസ്. ധാരാളം എലമെന്റ്സ് ആണ്, പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ കാണാം. ഉദാഹരണത്തിന് പലതരത്തിലുള്ള ചിന്തകൾ, ഒരുപാട് ഒപ്പീനിയൻ നമുക്ക് വേണമെങ്കിൽ കാണാം. ഒരു ഒപ്പീനിയൻ മാത്രമല്ല, പല ഒപ്പീനിയനുകൾ കാണാം. 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒപ്പീനിയൻ വേണമെങ്കിൽ നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റും. അപ്പം അതാണ് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് സെക്കൻഡ് പേജിൽ, ഹയർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ കമ്പോണൻറ്റ് ദ മോർ കോംപ്ലക്സ് ഇറ്റ് വിൽ ബി. നമ്പർ കൂടുന്തോറും അത്രയും കോംപ്ലക്സ് ആയിട്ടായിരിക്കും ആ കമ്പോണൻ്റ് ഉള്ളത്. അഫർമേറ്റീവ് ഇത് ബിഹേവിയർ കമ്പോണൻ്റ് ആയിരുന്നാലും, ഇത് കോഗ്നിറ്റീവ് കമ്പോണൻ്റ് ആയിരുന്നാലും, അഫക്റ്റീവ് കമ്പോണൻ്റ് ആയിരുന്നാലും, നമ്പർ ഓഫ് എലമെന്റ്സ് കൂടിക്കഴിഞ്ഞാൽ അത്രയും കോംപ്ലക്സ് ആയിരിക്കും. അടുത്തത് കൺസിസ്റ്റൻസി. ഇറ്റ് ഈസ് ഫൗണ്ട് മോർ എമംഗ് ദ വാലൻസ് ഫാക്ടേഴ്സ് ദാൻ എമംഗ് മൾട്ടിപ്ലിസിറ്റി. ഈ വാലൻസ് ഫാക്ടർ, അതായത് ദ ഡിഗ്രി ഓഫ് ഫേവറബിൾനെസ് ഓർ അൺഫേവറബിൾനെസ്, അതിലാണ് കൂടുതലും ഈ കൺസിസ്റ്റൻസി ഉള്ളത്. എന്തുമാത്രം കൺസിസ്റ്റൻ്റ് ആണ് നമ്മൾ ഒരുപാട് അനുകൂലിക്കുന്നത്, എന്തുമാത്രം നമ്മൾ അനുകൂലിക്കുന്നു, എന്തുമാത്രം നമ്മൾ പ്രതികൂലിക്കുന്നു എന്നുള്ള കാര്യം. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ആറ്റിറ്റ്യൂഡ് അതിൽ പോയിന്റ്സ് ഉണ്ട്, 5 പോയിന്റ് അവിടെ ഉണ്ട്. ഞാൻ നോട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് ഈസ് ലേൺഡ്. ആറ്റിറ്റ്യൂഡ് നമ്മൾ പഠിക്കുന്നതാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതാണ്. എ പേഴ്സൺ ഈസ് നോട്ട് ബോൺ വിത്ത് ആറ്റിറ്റ്യൂഡ്. ജനനം മുതൽ നമ്മൾ ആറ്റിറ്റ്യൂഡായിട്ട് ജനിക്കുകയല്ല. ആറ്റിറ്റ്യൂഡ് നമ്മളുടെ ചുറ്റുപാടും മറ്റുള്ളവരുടെ നമ്മളോടുള്ള പെരുമാറ്റവും അനുസരിച്ച് നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഈസ് നോട്ട് ബോൺ വിത്ത് ആറ്റിറ്റ്യൂഡ്. ജനനം മുതൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ ജന്മസിദ്ധമായിട്ടുള്ളതല്ല. ബട്ട് ഹി ഓർ ഷീ അക്വയർസ് ഇറ്റ് ത്രൂ ദ പ്രോസസ് ഓഫ് becoming an acceptable member of the group he or she belongs to. മറ്റുള്ളവരുമായിട്ട് ഇടപഴകി അവരുമായിട്ട് കൂട്ടിച്ചേർന്ന് നമ്മൾ ജീവിച്ചു പോകാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു, നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്, ആ പെരുമാറ്റത്തെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൾസോ എ പേഴ്സൺ ഡെവലപ്സ് ആറ്റിറ്റ്യൂഡ് ഫ്രം എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ എക്സ്പീരിയൻസ് വഴിയും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. അടുത്തത് ആറ്റിറ്റ്യൂഡ് ഗീവ്സ് എ ഡയറക്ഷൻ. ആറ്റിറ്റ്യൂഡ് ഡയറക്ട്സ് അവർ ബിഹേവിയർ ഇൻ ഈദർ എവേ ഫ്രം ആൻ ഓബ്ജക്റ്റ് ഓർ ടുവേർഡ്സ് ദ ഓബ്ജക്റ്റ്. ഒരു സാധനത്തിന് അതിനോട് അടുത്തോട്ടോ അല്ലെങ്കിൽ അതിൽ നിന്നും വളരെ ദൂരെയായിട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ ഫോം ചെയ്യാം. ഉദാഹരണത്തിന് പ്രത്യേക ഒരു കാറ്, അതിൻ്റെ മോഡൽ, നമുക്ക് ആ മോഡൽ തീരെ ഇഷ്ടമല്ല, നമ്മൾ ആ മോഡൽ നമ്മൾ സ്വീകരിക്കത്തേയില്ല, നമ്മൾ അതിനെ അടുപ്പിക്കത്ത് പോലും ഇല്ല ആ തരത്തിലുള്ള മോഡൽ കാറിനെ. മറിച്ച് വേറൊരു മോഡൽ കാറാണെങ്കിൽ നമുക്ക് വളരെ താല്പര്യമുണ്ട്, അതിനെക്കുറിച്ച് ഒരുപാട് വായിച്ച് മനസ്സിലാക്കി നമ്മുടെ താല്പര്യം കൂടുതൽ ആ മോഡൽ കാറിൻ്റെ കൂടെ പോകും. അതാണ് ഗീവ്സ് എ ഡയറക്ഷൻ. Relative permanency. It means attitudes are stable over time and changes in them take place only gradually. സാവകാശം ഗ്രാജുവലായിട്ട് പതുക്കെ മാത്രമേ ആറ്റിറ്റ്യൂഡ് മാറത്തുള്ളൂ. സാധാരണ ആറ്റിറ്റ്യൂഡ് സമയം പോകുന്തോറും വളരെ സ്റ്റേബിൾ ആണ് സാധാരണ. ആറ്റിറ്റ്യൂഡ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു സം ഇഷ്യൂ, ഓബ്ജക്റ്റ് ഓർ തിങ്. എന്തെങ്കിലും ഒരു ഇഷ്യൂയോ ഓബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു സംഭവത്തെയോ കുറിച്ച് ബന്ധപ്പെട്ടതായിരിക്കും ആറ്റിറ്റ്യൂഡ്. ദിസ് മീൻസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഒക്കറൻസ് ഓഫ് സം ഇവന്റ്, തിങ് ഓർ പേഴ്സൺ ഈസ് എ മസ്റ്റ്. ഒന്നീ വേറൊരാളോ അല്ലെങ്കിൽ ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു ഇവന്റോ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ അതിന് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അതിനെ അനുകരിച്ചോ അതിനെ പ്രതികരിച്ചോ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവത്തുള്ളൂ. അപ്പം എതിർവശത്ത് ഒരു സംഭവമോ ഒരു സാധനമോ ഒരു മനുഷ്യനോ ഉണ്ടാവണം, എന്നാൽ മാത്രമേ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുള്ളൂ. ആറ്റിറ്റ്യൂഡ്സ് ഡു നോട്ട് ടേക്ക് പ്ലേസ് ഇൻ വാക്യൂം. ഒന്നുമില്ലാതെ ചുമ്മാതെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യില്ല. ഏതൊരു വ്യക്തിയായിരുന്നാലും എന്തെങ്കിലും ഒരു സംഭവമോ ഒരു സാധനമോ ഒരു ആളോ ഉണ്ടായാൽ മാത്രമേ അതിൽ നിന്ന് പ്രതികൂലമായിട്ടോ അനുകൂലമായിട്ടോ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുള്ളൂ. പ്രധാനമായിട്ടും ഓർത്തിരിക്കണം അത്. ആറ്റിറ്റ്യൂഡ്സ് ഹാവ് മോട്ടിവേഷണൽ പ്രോപ്പർട്ടീസ്. നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് മോട്ടിവേറ്റ്സ് എ പേഴ്സൺ ടു ഡു സം ബിഹേവിയേഴ്സ് മോർ റെഡിലി ദാൻ അതേഴ്സ്. മറ്റ് പലതിനേക്കാളും വളരെ, ഉദാഹരണത്തിന് ഇപ്പം ഒരു സ്ത്രീയെ കാണുന്നു, പ്രേമിക്കുന്നു, വളരെ മോട്ടിവേറ്റഡ് ആയിട്ടായിരിക്കും ആൾ മുമ്പോട്ട് പോണത് ആ പ്രേമം എന്നുള്ള ഒരു വിഷയത്തിൽ. അപ്പം ഇറ്റ് ഹാസ് മോട്ടിവേഷണൽ പ്രോപ്പർട്ടീസ്. അടുത്തത് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ്സ്. ആൻഡ് ആറ്റിറ്റ്യൂഡ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ബിലീഫ്. ഇവിടെ നമ്മൾ ആറ്റിറ്റ്യൂഡും ബിലീഫും രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ. ഇത് എന്താണ്? ഒന്നാണോ അല്ലയോ? ഇത് സാമ്യമാണോ ഡിഫറൻ്റ് ആണോ? ആറ്റിറ്റ്യൂഡും ബിലീഫും
നമ്മൾ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞു. ഇനി അടുത്തത് ബിലീഫിനെ കൂടെ പറയുകയാണ്. ആൻഡ് ആറ്റിറ്റ്യൂഡ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ബിലീഫ്. ആറ്റിറ്റ്യൂഡും ബിലീഫും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇനി ബിലീഫിന്റെ ഡെഫിനിഷൻ പറയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അത് കാണാൻ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാൻ പഠിക്കണം. എ ബിലീഫ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ എൻഡ്യൂറിംഗ് ഓർഗനൈസേഷൻ ഓഫ് പെർസെപ്ഷൻസ് ആൻഡ് കോഗ്നിഷൻസ് about some aspect of the individual's world. An enduring organization of perceptions and cognitions about some aspect of the individual's world. ഒരു വ്യക്തിയുടെ ലോകത്തിൽ, പേഴ്സണലായിട്ടുള്ള സ്വന്തം ലോകത്തിൽ ഉള്ള എന്തെങ്കിലും ഉള്ള ഒരു ആസ്പെക്റ്റിനെ കുറിച്ചുള്ള പെർസെപ്ഷനും കോഗ്നിഷനും അതിൻ്റെ തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ചിന്താരീതികളും കാര്യങ്ങളും ആണ് ബിലീഫ് എന്ന് പറയുന്നത്. ബിലീഫ്സ് ആർ കോഗ്നിഷൻസ് ഓർ തോട്ട്സ്, ചിന്തകൾ എബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓബ്ജക്റ്റ്. ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ നല്ല കാണാൻ കൊള്ളാവുന്ന ഇപ്പോൾ ഒരു പ്രേമത്തിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈശ്വര വിചാരത്തെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ചുള്ള കൂടുതലുള്ള ചിന്തകൾ, ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ചിന്തകൾ, അതിൽ നമ്മുടെ ആയ ചില സങ്കല്പങ്ങൾ, നമ്മുടെ ആയ ചില ബിലീഫുകൾ, അവിടെയാണ് ആ ബിലീഫ് എന്നുള്ള വാക്ക് വരുന്നത്. ബിലീഫ്സ് ആർ കോഗ്നിഷൻസ് ഓർ തോട്ട്സ് എബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓബ്ജക്ട്സ്. മറിച്ച് ആറ്റിറ്റ്യൂഡ് എന്താണ്? ആറ്റിറ്റ്യൂഡ് ഈസ് ആൻ ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് ബിഹേവിയർ കമ്പോണൻറ്റ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങളുണ്ട്. ബിലീഫിൽ തോട്ട്സിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ ബിലീഫിൽ. പക്ഷെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം അവിടെ കോഗ്നിഷൻ ഉണ്ട്, തോട്ടുണ്ട്, അഫക്റ്റീവ് നമ്മുടെ ഫീലിങ്സ് ഉണ്ട്, ബിഹേവിയറൽ വാക്കാലോ ശാരീരികമായിട്ടോ ഉള്ള പെരുമാറ്റമുണ്ട്. ഇങ്ങനത്തെ 3 കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡുണ്ട്. ഇനി ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിലീഫ്. ബോത്ത് ആർ എൻഡ്യൂറിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ്. കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന, ഇറ്റ്സ് ആൻ എൻഡ്യൂറിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ്. പല കമ്പോണൻസ് ചേർന്നുള്ള ഒരു എൻഡ്യൂറിംഗ് ഓർഗനൈസേഷനാണ്. അടുത്ത്, ലൈക്ക് ആറ്റിറ്റ്യൂഡ്, ബിലീഫ് ഓൾസോ ഹാസ് എ കോഗ്നിറ്റീവ് കമ്പോണൻറ്റ്. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പം തോട്ട് പ്രോസസ്സാണ്, മെൻ്റലായിട്ടുള്ള തിങ്കിങ് പ്രോസസ്സാണ്. ആറ്റിറ്റ്യൂഡിനെ പോലെ ബിലീഫിനും കോഗ്നിറ്റീവ് കമ്പോണൻ്റ് ഉണ്ട്, തിങ്കിങ് കമ്പോണൻ്റ് ഉണ്ട്. അടുത്ത് പേജ് 3. എന്താണ് ഈ രണ്ട് തമ്മിലുള്ള ഡിഫറൻസസ്? ആറ്റിറ്റ്യൂഡ് ഹാസ് ഓൾ ദ 3 components, കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് ബിഹേവിയറൽ. ബട്ട് ബിലീഫ് പ്രൈമർലി ഹാസ് കോഗ്നിറ്റീവ് കമ്പോണൻറ്റ്. പ്രധാനമായിട്ടും കോഗ്നിറ്റീവ് കമ്പോണൻ്റ് ആണ് ഉള്ളത്. ആൻഡ് ബിഹേവിയർ കമ്പോണൻറ്റ് ഈസ് സെക്കൻഡറി. ഈ ബിഹേവിയർ അഥവാ അങ്ങനെ ഒരു ബിഹേവിയർ കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ അത് സെക്കൻഡറി ആയിട്ട് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് തീവ്രമായ ഈശ്വര വിശ്വാസം. ഈശ്വര വിശ്വാസത്തിൽ നിന്ന് ചില പൂജകൾ ചെയ്യുന്നു, ഇത് നമസ്കാരങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ ആ ബിഹേവിയർ കമ്പോണൻറ്റ് തീവ്രമായ ആ മതവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അപ്പോൾ ഈ ആചാരങ്ങൾ അവിടെ നമ്മുടെ ഈ പ്രാർത്ഥനകൾ, പൂജകൾ ചെയ്യണത്, നമസ്കാരം ചെയ്യണത്, അത് ബിഹേവിയർ കമ്പോണൻ്റ് ആയിട്ട് വരും. അടുത്ത ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്ന എക്സാമ്പിൾ, തിങ്കിങ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ആണ്, നമ്മുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് അഫക്റ്റീവ് ആണ്. ടു ഡെലിവർ എ ലെക്ചർ, ഒരു ലെക്ചർ കൊടുക്കുന്നത് അത് ബിഹേവിയർ ആയിട്ടാണ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ നോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അടുത്ത, ആൻ ആറ്റിറ്റ്യൂഡ് ഹാസ് മോട്ടിവേഷണൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഇറ്റ് ഡയറക്ട്സ് അവർ എഫേർട്സ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ. ആറ്റിറ്റ്യൂഡിന് മോട്ടിവേഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഡയറക്ട്സ് അവർ എഫേർട്സ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ. ഒരു പ്രത്യേക ഡയറക്ഷനിലോട്ടാണ് അത് മോട്ടിവേറ്റ് ചെയ്ത് മുമ്പോട്ട് പോണത്. പക്ഷേ ബിലീഫ് ഡസ് നോട്ട് ഹാവ് ദിസ് പ്രോപ്പർട്ടി. ബിലീഫിന് ഇതില്ല. ഈ മോട്ടിവേഷണൽ എന്നുള്ള ഒരു കമ്പോണൻറ്റും പ്രത്യേക ഡയറക്ഷനിലോട്ട് നയിക്കുന്നത് അത് ബിലീഫിനില്ല. അടുത്തത്, ബിലീഫ് ഈസ് എ പാർട്ട് ഓഫ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പാർട്ടാണ് ബിലീഫ്. കാരണം തോട്ട് പ്രോസസ്സാണ്, ബിലീഫും തോട്ട് പ്രോസസ്സാണ്. ഓൾ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ആൻ ഓബ്ജെക്റ്റ് ഹാവ് റെലവൻറ്റ് ബിലീഫ്സ് എബൌട്ട് ദാറ്റ് ഓബ്ജെക്റ്റ്. ശ്രദ്ധിക്കുക, ഏത് ആറ്റിറ്റ്യൂഡ് ആയിരുന്നാലും ഓൾ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ആൻ ഓബ്ജെക്റ്റ് ഹാവ് റെലവൻറ്റ് ബിലീഫ്സ്. അതിന് തക്കത്തായ ബിലീവ്സ് ഉണ്ട് ആ ഓബ്ജക്റ്റിനെ കുറിച്ച്. ബിലീവ്സ് ആർ ബേസ്ഡ് ഓൺ റിയൽ ഫാക്ട്സ്. യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള റിയൽ ലൈഫിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ബിലീഫ് ഉള്ളത്. വൈൽ ആറ്റിറ്റ്യൂഡ് ഈസ് ബേസ്ഡ് മോർ ഓൺ ഇമാജിനേഷൻ ആൻഡ് ലെസ് ഓൺ റിയാലിറ്റി. കൂടുതലും ആറ്റിറ്റ്യൂഡ് ഇമാജിനേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റിയാലിറ്റിയായിട്ട് അധികം ബന്ധമില്ലാത്തതും കൂടെയാണ് ആറ്റിറ്റ്യൂഡ്. എന്നാലും ബന്ധമുണ്ട്, അറിഞ്ഞിരിക്കണം. കൂടുതലായിട്ടും ഇമാജിനേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് കംസ് ഫാസ്റ്റർ ദാൻ ഇറ്റ് ബിലീവ്സ്. ആറ്റിറ്റ്യൂഡ് പെട്ടെന്ന് മാറ്റാൻ പറ്റും, ബിലീഫ് അങ്ങനെ എളുപ്പം മാറത്തില്ല. റൈറ്റ്. അടുത്ത, ഇതിൽ ചില തിയറീസ് ഉണ്ട്. ആ തിയറീസ് കുറേ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പക്ഷെ അതിൽ ചില
തിയറീസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇനി തിയറീസ് ടു എക്സ്പ്ലെയിൻ ആറ്റിറ്റ്യൂഡ് ഓർഗനൈസേഷൻ ക്യാൻ ബി ക്ലബ്ഡ് അണ്ടർ 4 കാറ്റഗറീസ്. 4 കാറ്റഗറിയിൽ അറിഞ്ഞിരിക്കുക, പേരുകൾ അറിഞ്ഞിരിക്കുക. കോഗ്നിറ്റീവ് കൺസിസ്റ്റൻസി തിയറി എന്ന് പറയുന്നുണ്ട്, അതിൽ കുറേ പേരുണ്ട്. ഹീഡേഴ്സ് ബാലൻസ് തിയറി ഉണ്ട്, ന്യൂകോംസ് ABX തിയറി ഉണ്ട്, ഫെസ്റ്റിംഗേഴ്സ് കോഗ്നിറ്റീവ് ഡിസനൻസ് തിയറി ഉണ്ട്, റോസൻബർഗ്സ് അഫക്റ്റീവ് കോഗ്നിറ്റീവ് കൺസിസ്റ്റൻസി തിയറി ഉണ്ട്, കോൺഗ്രുവേറ്റി തിയറി ഉണ്ട്. ഇതിലെല്ലാം ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, ചിലത് മാത്രമേ എടുക്കുന്നുള്ളൂ. അടുത്ത് സോഷ്യൽ ലേണിംഗ് തിയറീസ് എന്ന് പറയുമ്പം തിയറീസ് ബേസ്ഡ് അപ്പോൺ ക്ലാസിക്കൽ കണ്ടീഷനിങ്, തിയറീസ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. 2 ടൈപ്പ് ഓഫ് തിയറി സോഷ്യൽ ലേണിംഗിലുണ്ട്. ഫങ്ഷണൽ തിയറീസിലാണെങ്കിൽ കാറ്റ്സ് ആൻഡ് സ്കോട്ട്ലാൻഡ് തിയറി ഉണ്ട്, സ്മിത്ത് ബ്രൂണർ ആൻഡ് വൈറ്റ് തിയറി ഉണ്ട്. അടുത്തത് മെസ്ലേനിയസ് തിയറീസ് എന്ന് പറയുമ്പം കെൽമാൻസ് 3 പ്രോസസ് തിയറി, അസിമുലേഷൻ കോൺട്രാസ്റ്റ് തിയറി, അഡാപ്റ്റേഷൻ ലെവൽ തിയറി. ഉദാഹരണത്തിന് ഇപ്പോൾ വൈവേലിൽ ഇപ്പോൾ ഒരു പേര് പറഞ്ഞിട്ട് കെൽമാൻസ് 3 പ്രോസസ് തിയറി, അത് ഏത് കാറ്റഗറിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്ലേനിയസ് തിയറി ആണെന്ന് പറയുക. ഇത് ജസ്റ്റ് പേരുകൾ അറിഞ്ഞിരിക്കുക, ഓരോ ഈ 4 കാറ്റഗറിയിൽ ഏത് എവിടെയാണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഒന്നിൻ്റെ തിയറി നമ്മൾ കുറച്ച് ലേശം ഡീറ്റെയിൽ നമ്മൾ ഇതായിട്ട് നോക്കുന്നുണ്ട്. അടുത്ത് ഹീഡേഴ്സ് ബാലൻസ് തിയറി എന്താണെന്നുള്ളത്. ഹീഡേഴ്സ് ബാലൻസ് തിയറി ആൾസോ നോൺ ആസ് POX മോഡൽ, അന്ന് വേറൊരു പേരാണ് POX, വാസ് ഗിവൺ ബൈ ഹീഡർ ഇൻ 1946, 1958. 1946ലും 58ലും തന്നതാണ്. ഇറ്റ് ഹാസ് 3 എലമെന്റ്സ്. ആ 3 എലമെന്റ്സ് ആണ് P, O ആൻഡ് X. എന്താണ് P? P is the perceiver. The first is the perceiver known as P. ഒരു കാര്യങ്ങൾ പ്രിസീവ് ചെയ്യുന്ന ഒരാളെ, നമ്മളിപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു, ഫീൽ ചെയ്യുന്നു, ഞാനാണ് P എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഈസ് അനദർ പേഴ്സൺ കോൾഡ് O. മറ്റൊരു വ്യക്തിയെയാണ് O എന്ന് പറയുന്നത്. തിയറി X ഇസ് ആൻ ഓബ്ജക്റ്റ് ഓഫ് പെർസെപ്ഷൻ. എന്താണ് നമ്മൾ ഒരു ഓബ്ജക്റ്റ് ഓഫ് പെർസെപ്ഷനെയാണ് X എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പം Pയും Oയും ആൾക്കാരാണ്, X എന്ന് പറയുന്നത് ഇസ് ആൻ ഓബ്ജക്റ്റ് ഓഫ് പെർസെപ്ഷൻ. ഈ 3 കാര്യങ്ങളാണ് ആ POX-ലുള്ളത്. ഇനി അടുത്തത് ഒരു ബ്രീഫ് നോട്ടുകളാണ്. ആ നോട്ട് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. നോട്ടിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ 2 പേര് ഫ്രണ്ട്സാണ്, മൂന്നാമതൊരു ലേഡിയാണ്. അപ്പം ഒരാൾക്ക് ലേഡിയെ ആയിട്ട് അടുപ്പമുണ്ട്, മറ്റേ ആൾക്ക് ലേഡിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ ഈ 3 കൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ള ഒരു എക്സാമ്പിൾ നോട്ടിലുണ്ട്. ഞാൻ ഇവിടെ അത് പറയുന്നില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഈ Pയും Xും 2 പേരാണ്. അതിൽ വേറെ ഒരാളെയും കൂടെ അതിൽ കൊണ്ടുവരുന്നുണ്ട്, ഒരു തേർഡ് പേഴ്സണെയും കൂടെ അവിടെ കൊണ്ടുവരും, ലേഡിയെ കൊണ്ടുവരുന്നുണ്ട് അതിൽ ആ എക്സാമ്പിളിൽ. പോട്ടെ, അടുത്ത് ഇവിടെ pairs thus formed of these elements have 2 kinds of relationships, that is unit relationships and affective relationships. ഈ 3 തമ്മിലുള്ള ഇവരുടെ പേഴ്സ്, അതായത് 2 ഇതിൽ ഓരോന്നായിട്ട് PO അല്ലെങ്കിൽ PX അല്ലെങ്കിൽ OX, ഇതിൽ തമ്മിലുള്ള പേഴ്സുമായിട്ടുള്ള അത് ഒന്നീ യൂണിറ്റ് റിലേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അഫക്റ്റീവ് റിലേഷൻസ് ആയിരിക്കാം. ഈ അഫക്റ്റീവ് എന്നുള്ള വേർഡ് എപ്പോഴും മനസ്സിലാക്കണം, അത് ഫീലിങ്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കോഗ്നിറ്റീവ് എവിടെ കാണുന്നോ അത് തിങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്, റൈറ്റ്? അപ്പോൾ യൂണിറ്റ് റിലേഷൻസ് ബിറ്റ്വീൻ പെയർസ് ഓഫ് എലമെന്റ്സ് ഡിപ്പെൻഡ് ഓൺ സിമിലാരിറ്റി, ഓണർഷിപ്പ് ആൻഡ് സിമിലർ മെമ്പർഷിപ്പ്. അപ്പോൾ റിലേഷൻസ് ബിറ്റ്വീൻ പെയർസ് ഓഫ് എലമെന്റ്സ്, 2 എലമെന്റ്സിന്റെ പെയർസ്, അത് സിമിലാരിറ്റി ആയിട്ട് ബന്ധപ്പെടാം, ഓണർഷിപ്പായിട്ട് ബന്ധപ്പെടാം, സിമിലർ മെമ്പർഷിപ്പുമായിട്ടും ബന്ധപ്പെടാം. അഫക്റ്റീവ് റിലേഷൻസ് ആർ ബേസ്ഡ് ഓൺ ലൈക്കിംഗ് ഓർ ഡിസ്ലൈക്കിംഗ്. ആ ഫീലിങ്സ്, അഫക്റ്റീവ് ഫീലിങ്സ്, അത് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ള ഇതാണ്. ലൈക്കിംഗ് ഓർ ഡിസ്ലൈക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ അഫക്റ്റീവ് റിലേഷൻസ്. മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഫീലിങ്സ് ആയിട്ട് ബന്ധപ്പെട്ടത്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. യൂണിറ്റ് റിലേഷൻസ് ആൻഡ് അഫക്റ്റീവ് റിലേഷൻസ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ 2 റിലേഷൻ പറഞ്ഞു, യൂണിറ്റ് റിലേഷൻ പറഞ്ഞു, അഫക്റ്റീവ് റിലേഷൻ പറഞ്ഞു. ഈ 2ഉം പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇനി എലമെന്റ്സ് മേ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ഓർ ഇംബാലൻസ്. ഇനി എലമെന്റ്സിന് നേരത്തെ ഞാൻ പറഞ്ഞു, ഈ 3 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഈ P, O, X. ഇവര് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇംബാലൻസ് ആയിരിക്കാം. ആ ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്യുക. വെൻ ബാലൻസ് ദ ഇൻഡിവിജ്വൽ ഫീൽസ് റിലാക്സ്ഡ് ആൻഡ് ദർ ഈസ് നോ ടെൻഷൻ. ഒരു വ്യക്തി, അതായത് ഈ എലമെന്റ് P, അല്ലെങ്കിൽ ഒരു പുരുഷൻ P, അല്ലെങ്കിൽ എതിർഭാഗം O, ഈ 2 പേരും ആൾക്കാരാണല്ലോ, ഇതുവരെ ബാലൻസ്ഡ് ആണെങ്കിൽ വളരെ ശാന്തമായിട്ടിരിക്കും, അവർ ടെൻഷനൊന്നുമില്ല. പക്ഷേ ഇംബാലൻസ് ആണെന്നുണ്ടെങ്കിൽ, ഹവർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇംബാലൻസ് ബിറ്റ്വീൻ എലമെന്റ്സ് ക്രിയേറ്റ്സ് ടെൻഷൻ ആൻഡ് മോട്ടിവേറ്റ്സ് ഇൻഡിവിജ്വൽ ടു റിസ്റ്റോർ ബാലൻസ്. സ്റ്റേറ്റ് ഓഫ് ഇംബാലൻസ് ആണെന്നുണ്ടെങ്കിൽ, വളരെ അസ്വസ്ഥോ ഡിസ്റ്റർബ്ഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഡിസ്റ്റർബൻസിൽ നമ്മൾ ടെൻഷൻ ആയിരിക്കും. ഈ ഡിസ്റ്റർബൻസ് മാറി ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് കൈവരിക്കാനായിട്ട് നമ്മൾ നോക്കും.
ഇത്രയും കാര്യങ്ങളാണ് ഹീഡേഴ്സ് ബാലൻസ് തിയറിയിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്, മെയിൻ പോയിന്റ്സ് അത്രയാണ്. ഇനി അടുത്ത ഒരു മോഡലുണ്ട്, കാറ്റ്സ് ഫങ്ഷണൽ തിയറി. Katz in 1960 and Katz and Stotland in 1959 opined that motivational basis is the key to understanding attitudes. ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ആറ്റിറ്റ്യൂഡിനെ. ദ മോട്ടിവേഷണൽ ബേസിസ് ഈസ് കൺസെപ്ച്വലൈസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻസ് വിച്ച് ആൻ ആറ്റിറ്റ്യൂഡ് പെർഫോംസ് ഫോർ ദ പേഴ്സൺ. ഒരു ആറ്റിറ്റ്യൂഡ്, എന്തൊക്കെ കാര്യങ്ങൾ ഒരു ആറ്റിറ്റ്യൂഡ് വഴി ഒരാൾ ചെയ്യുന്നു, അതുവഴി എന്തുമാത്രം മോട്ടിവേഷൻ ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദി മോട്ടിവേഷണൽ ബേസിസ് is conceptualized in terms of functions which an attitude performs for the person. According to them, an attitude serves the following 4 functions. ഇവിടെ ഈ മോഡലിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 4 ഫങ്ഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഇൻസ്ട്രുമെന്റൽ, അഡ്ജസ്റ്റീവ് ഓർ യൂട്ടിലിറ്റേറിയൻ ഫങ്ഷൻ. എന്താണിത്? ഇറ്റ് മീൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ ട്രൈസ് ടു മാക്സിമൈസ് ദ റിവാർഡ്സ് ആൻഡ് മിനിമൈസ് പണിഷ്മെന്റ്. ധാരാളം ലാഭം കൈവരിക്കാൻ നോക്കുന്നു, നഷ്ടം കുറയ്ക്കാനായിട്ട്, നഷ്ടമോ അല്ലെങ്കിൽ ശിക്ഷയായിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് നോക്കുന്നു ഇതിൽ. Thus, he develops a favorable attitude towards those objects which result in reward. നമുക്ക് ലാഭം കിട്ടുന്ന കാര്യങ്ങൾ, നമുക്ക് റിവാർഡ് കിട്ടുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരു ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. മറിച്ച് അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ദോസ് വിച്ച് ലീഡ് ടു പണിഷ്മെന്റ്. ഇപ്പം ക്രൈം ആണെന്നുണ്ടെങ്കിൽ, ഒരു ശിക്ഷ ഉണ്ടാവുന്ന ഒരു ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഫൻസ് ചെയ്യാതിരിക്കും. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അത് ഒരു ക്രൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ അത് ചെയ്യാതിരിക്കുന്നു, ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാതിരിക്കുന്നു. അടുത്തത് ഈഗോ ഡിഫെൻസീവ് ഫങ്ഷൻ. സെക്കൻഡ്, ആറ്റിറ്റ്യൂഡ് പ്രൊട്ടക്ട്സ് എ പേഴ്സൺ ഫ്രം അക്നോളജിങ് അൺപ്ലസന്റ് റിയാലിറ്റീസ് അബൌട്ട് ഹിംസെൽഫ് ഓർ എൻവയൺമെന്റ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ അൺപ്ലസന്റ് ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അക്നോളജ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടും വരാം. ആറ്റിറ്റ്യൂഡ് പ്രൊട്ടക്ട്സ് എ പേഴ്സൺ ഫ്രം അക്നോളജിങ് അൺപ്ലസന്റ് റിയാലിറ്റീസ് അബൌട്ട് ഹിംസെൽഫ് ഓർ എൻവയൺമെന്റ്. നമ്മളെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ, പറയാൻ പറ്റാത്ത ചില സത്യങ്ങളെ ഒളിപ്പിക്കാനായിട്ട് പറ്റിയൊരു വഴിയും കൂടെയാണ് ചില ആറ്റിറ്റ്യൂഡ്. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ഫിൽഡ് വിത്ത് ഫീലിങ്സ് ഓഫ് ഇൻസെക്യൂരിറ്റി ആൻഡ് ലോ സെൽഫ് എസ്റ്റീം. ഇൻസെക്യൂരിറ്റി ആയിട്ട് ഭയങ്കര ഫീലിങ്സ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീമാണ്. മേ ഡെവലപ്പ് എ സ്ട്രോങ് പ്രിജുഡിസ് അഗെയിൻസ്റ്റ് മെമ്പേഴ്സ് ഓഫ് എ മൈനോറിറ്റി ഗ്രൂപ്പ് ടു കോമ്പൻസേറ്റ് ഫോർ ഫീലിങ്സ് ഓഫ് ഇൻസെക്യൂരിറ്റി ഓർ ലോ സെൽഫ് എസ്റ്റീം. അതൊരു എക്സാമ്പിളാണ്. നമ്മൾ നേരത്തെ പ്രിജുഡിസിനെ കുറിച്ച് കണ്ടു, ഇതൊരു എക്സാമ്പിളായിട്ട് വരികയാണ്. അടുത്ത് ദ വാല്യൂ എക്സ്പ്രസീവ് ഫങ്ഷൻ. Holding attitudes commensurate with our personal values or a self-concept gives us satisfaction. ചില പേഴ്സണൽ വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ട ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അടുത്ത് ദ നോളജ് ഫങ്ഷൻ. എവറി ഇൻഡിവിജ്വൽ ഈസ് presumed to have a basic drive to understand, to make sense out of, to structure his experience. നമ്മുടെ ചില അനുഭവങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, അത് ഒരു സ്ട്രക്ചേർഡ് മാനറിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടുപോകാനായിട്ട് ഏതൊരു വ്യക്തിക്കും ഒരു ബേസിക് ഡ്രൈവ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആകാംക്ഷയുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. Elements of experience that are inconsistent with what a person knows are rearranged and changed to arrive consistency. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തുന്നു, കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി. ഇത് നോളജ് ഫങ്ഷനിലാണ് ഇത് പറയുന്നത്. ഇനി അടുത്ത വേറൊരു തിയറി, മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത്, നമ്മൾ ഹീഡേഴ്സ് ബാലൻസ് തിയറി കണ്ടു, അത് കഴിഞ്ഞ് കാറ്റ്സ് ഫങ്ഷണൽ തിയറി കണ്ടു. അടുത്ത മൂന്നാമത്തെ തിയറി കെൽമാൻസ് 3 പ്രോസസ് തിയറി. ഇത് മൂന്നാമത്തെ തിയറിയാണ്. Kelman suggested that attitude organization is influenced by 3 distinct processes of social influence. 3 വ്യത്യസ്ത സോഷ്യൽ ഇൻഫ്ലുവൻസിലുള്ള 3 വ്യത്യസ്ത കാര്യങ്ങൾ. 1 കംപ്ലയൻസ്, 2 ഐഡന്റിഫിക്കേഷൻ, 3 ഇന്റേണലൈസേഷൻ. എന്താണ് ഇത്? കംപ്ലയൻസ് can be said to occur when an individual accepts influence from another person or from a group because he hopes to achieve a favorable reaction from the other. നമ്മൾ കാര്യങ്ങൾ കംപ്ലൈ ചെയ്ത് അങ്ങ് പോവുകയാണ്, അത് നമ്മൾ മറ്റ് വേറൊരു
വേറൊരാളുടെ ഇൻഫ്ലുവൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അതിനെ കംപ്ലയൻസ് എന്ന് പറയുന്നു. അടുത്തത്, ഐഡന്റിഫിക്കേഷൻ ക്യാൻ ബി സെറ്റ് ടു occur when a person adopts behavior derived from another person or a group. വേറൊരാളിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്നോ ഉള്ള ഒരു ബിഹേവിയർ നമ്മൾ അങ്ങോട്ട് സ്വീകരിക്കുന്നു, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു, അതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്നു. Because this behavior is associated with a satisfying self-defining relationship to this person or group. ഉദാഹരണത്തിന് അമിതാഭ് ബച്ചൻ ഒരു പ്രത്യേക രീതിയിൽ ആക്ട് ചെയ്യുന്നു, ചില കാര്യങ്ങൾ നമുക്കത് വളരെ ഇഷ്ടപ്പെട്ടു, നമ്മൾ അതനുസരിച്ച് അനുകരിക്കുന്നു, അതുപോലെ ആക്ട് ചെയ്യുന്നു. കാരണം ഇപ്പോൾ അമിതാഭ് ബച്ചൻ വളരെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ ഹീറോ വർഷിപ്പ് പോലെ നമ്മൾ അതുപോലെ അനുകരിക്കുന്നു. അതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത്, ഇന്റേണലൈസേഷൻ occurs when an individual accepts influence because the induced behavior is congruent with his value system. നമ്മുടെ വാല്യൂ സിസ്റ്റമായിട്ട് അനുയോജിച്ച് പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ആ ഒരു ബിഹേവിയർ, ആ ഒരു ഇൻഡ്യൂസ്ഡ് ബിഹേവിയർ നമ്മൾ ഫോളോ ചെയ്യുന്നു. Here, the context of induced behavior or attitude or behavior is internally rewarding. മാനസികമായിട്ട് നമുക്കത് വളരെ റിവാർഡിംഗ് ആണ്, സാറ്റിസ്ഫൈങ് ആണെന്ന് നമുക്ക് തോന്നുന്നു. ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ബിഹേവിയർ ഹെൽപ്സ് സോൾവ് എ പ്രോബ്ലം ഓർ ഇസ് ഡിമാൻഡഡ് ബൈ ദ വാല്യൂസ് ഓഫ് ദ പേഴ്സൺ. നമ്മുടെ പേഴ്സണൽ വാല്യൂസ് പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ കോൺസൈൻസ് പ്രകാരം, മനസാക്ഷി പ്രകാരം ആ ഒരു പ്രവൃത്തി ശരിയാണ്, നമ്മൾ ചെയ്തത് ശരിയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ആറ്റിറ്റ്യൂഡിനുള്ളത്. ഇനി അടുത്തത് ബ്രീഫായിട്ടൊരു ഏരിയ ഉണ്ട്, സ്റ്റീരിയോ ടൈപ്സ്. ഇത് മിക്കവാറും സി പാർട്ടിൽ വരുന്ന ഒരു ചോദ്യമാണ്, സ്റ്റീരിയോ ടൈപ്സ്. ഇനി ഇതിൽ ഡെഫിനിഷൻ ഉണ്ട്, ശ്രദ്ധിച്ച് ഡെഫിനിഷൻ കാണാൻ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കുക. 2 ഡെഫിനിഷൻ ഉണ്ട്. എ സ്റ്റീരിയോ ടൈപ്പ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് ബിലീഫ്സ് യൂഷ്വലി ലാക്കിംഗ് എ റാഷണൽ ബേസിസ് റിഗാർഡിംഗ് ദ മെമ്പേഴ്സ് ഓഫ് സം ഗ്രൂപ്പ്. ഇതൊരു ഡെഫിനിഷനാണ്. എ ക്ലസ്റ്റർ ഓഫ് ബിലീഫ്സിന്റെ ഒരു ക്ലസ്റ്റർ, യൂഷ്വലി ലാക്കിംഗ് എ റാഷണൽ ബേസിസ്, വ്യക്തമായിട്ടുള്ള ഒരു നല്ല ഒരു ന്യായമായിട്ടുള്ള ഒരു കാരണം ചിലപ്പോൾ പിന്നിൽ കാണത്തില്ല. ലാക്കിംഗ് എ റാഷണൽ ബേസിസ് റിഗാർഡിംഗ് ദ മെമ്പേഴ്സ് ഓഫ് സം ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അതിലെ മെമ്പേഴ്സിനെ കുറിച്ചുള്ളതാണ്, ചില ബിലീഫ്സ് ആണ്. ഇത് പറയുന്നത് വാൾട്ടർ ലിപ്മാൻ തൻ്റെ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് ഈ വാക്ക് ആദ്യം പറയുന്നതും ഈ ഡെഫിനേഷൻ പറയുന്നതും. അത് 1922 ഇനി അടുത്ത വേറൊരു ഡെഫിനേഷൻ ഉണ്ട്, ആൽബ്രൈറ്റ് തോമസ് ആൻഡ് ചാഡ്വിക്ക് ഇൻ 1990. They give another definition. A stereotype is a belief about some particular trait being prevalent among all members of a social group. ഒരു പ്രത്യേക ട്രേറ്റ്, എ ബിലീഫ് അബൌട്ട് എ പെർട്ടിക്കുലർ ട്രേറ്റ് that being prevalent among members of a social group. ഒരു സോഷ്യൽ ഗ്രൂപ്പിലെ മെമ്പേഴ്സിലെ പ്രിവലൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക ട്രേറ്റ് അല്ലെങ്കിൽ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ബിലീഫാണ് ഈ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. Whatever be the characteristic, it is assumed to vest all people in that category. ഒരു ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ അത് എല്ലാവർക്കും, ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അത് ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് അവിടെ ഉണ്ടാവുന്നു. Therefore, all members of the group are perceived and understood alike. ഉദാഹരണത്തിന് ഇപ്പം ജൂതന്മാർ, അവരൊരു പ്രത്യേക രീതിയിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് മാനസികമായിട്ട് നമുക്കൊരു സങ്കല്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ജൂതനെ കണ്ടാലും ആദ്യം തോന്നുന്നത് ആ ഒരു കാര്യമായിരിക്കും. അത് വെച്ചായിരിക്കും നമ്മൾ പിന്നീട് അളക്കുന്നതും പിന്നീട് ആ നമ്മുടെ പുള്ളിയായിട്ടുള്ള പെരുമാറ്റം എല്ലാം അത് പിന്നെ ബേസ് ചെയ്തായിരിക്കും. അതാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു വസ്തുതയിൽ നിന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത് നമ്മൾ എടുക്കുന്നു. ഇതിൽ ചില പോയിന്റ്സ് നോട്ട് ചെയ്യണം സ്റ്റീരിയോ ടൈപ്സിനെ കുറിച്ച്. സ്റ്റീരിയോ ടൈപ്പ് ഇസ് എ സെറ്റ് ഓഫ് ബിലീഫ്സ് യൂസ് ടു കാറ്റഗറൈസ് പീപ്പിൾ. ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ബിലീഫാണ്. സച്ച് കാറ്റഗറൈസേഷൻ ഇസ് എക്സാജറേറ്റഡ് ആൻഡ് ലാക്സ് ട്രൂത്ത്. അത് എക്സാജറേറ്റഡ് ആയിരിക്കും, അതിന് സത്യാവസ്ഥ കാണത്തില്ല മിക്കവാറും. കാരണം ഇതൊരു ബിലീഫാണ്, ഒരു തെറ്റായ രീതിയിലോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ ഉള്ള ഒരു ബിലീഫാണിത്. This categorization provides for the basis for gross generalization about people. ആൾക്കാരെ കുറിച്ച് വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും about people. Some particular physical, social and cultural characteristics are ascertained which serve to identify people of that group. Some particular physical, social or cultural characteristics are ascertained.
ചില പ്രത്യേക ഇത് ശാരീരികമായിട്ടോ ഈ സോഷ്യലായിട്ടോ അല്ലെങ്കിൽ കൾച്ചറലായിട്ടോ ഒരു കാര്യത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് വച്ചാണ് നമ്മൾ ആ എൻറ്റയർ ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യണത്. There is a general consensus as to the prevalence of a particular trait among people of that category. സാധാരണ ഈ ഒരു ഫീലിംഗ്, ഉദാഹരണത്തിന് ജൂതന്മാരെ കുറിച്ചുള്ള ഒരു സാധാരണ ഉള്ള ഫീലിംഗ്, അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ നാസി ജർമ്മനി, നമുക്ക് ചില ഫീലിങ്സ് നമുക്കുണ്ടാവും നാസി ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ അത് ആ നാസിനുള്ള ജർമ്മനായിട്ടുള്ള മിക്ക കാര്യങ്ങൾ, ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങളിലും ആദ്യം നമുക്ക് തോന്നുന്നത് ഈ നാസി ജർമ്മനി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ജനറലൈസ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്നു. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് എ പേഴ്സൺ വിൽ എക്സിബിറ്റ് ഓൾ ദ ട്രേറ്റ്സ് ഓഫ് ദാറ്റ് കാറ്റഗറി സിംപ്ലി ബിക്കോസ് ഹി ഈസ് എ മെമ്പർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. ജൂതന്മാർക്ക് ചില പ്രത്യേക കാറ്റഗറി, ഒരു ക്യാരക്ടർ ഉണ്ട്, പെരുമാറ്റ രീതികളുണ്ട്. അപ്പോൾ നമ്മളൊരു ജൂതനെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ട്, ഈ വ്യക്തിക്ക് ഇതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ വേറെ രീതിയിലുള്ള ആളായിരിക്കാം, എന്നാലും ജൂതൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തുള്ള ബിലീഫായിരിക്കും ആദ്യം കൊടുക്കുന്നത്. Characteristics of stereotypes. Stereotype is a mental picture or image about people of a community or category on the basis of which we ascribe traits or characteristics to people. നമ്മുടെ ആ ചിന്താ രീതികൾ വെച്ച് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യണം, ഈ വ്യക്തി ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു മെന്റൽ പിക്ചർ ഓർ ഇമേജ്. അതാണ് സ്റ്റീരിയോടൈപ്പ് about people. Stereotype is a widely agreed belief about people of some category or community. കുറേ ആൾക്കാരുടെ ഇടയിൽ ഉള്ള ഒരു വൈഡിൽ എല്ലാവരും സമ്മതിക്കുന്ന ഒരു ബിലീഫാണ്. എല്ലാവരും ആ സെയിം ബിലീഫായിരിക്കും ഫോളോ ചെയ്യുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പിനെ കുറിച്ച്. സ്റ്റീരിയോടൈപ്പ് ഇൻവോൾവ്സ് ഗ്രോസ് ആൻഡ് എക്സാജറേറ്റഡ് ജനറലൈസേഷൻസ്. വളരെ എക്സാജറേറ്റഡും ഗ്രോസ് ആയിട്ടുള്ള, തെറ്റായിട്ടുള്ളതും അൺട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ജനറലൈസേഷൻസ് ആയിരിക്കാം. ദേ ഡെവലപ്പ് ഔട്ട് ഓഫ് എക്സ്പീരിയൻസസ് വിത്ത് ഇൻഡിവിജ്വൽസ് ഓഫ് അതർ കമ്മ്യൂണിറ്റി. ചില മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ചില ആൾക്കാരെ വഴി ഉണ്ടായ ചില ബിലീവ്സ്, അത് ആ കമ്മ്യൂണിറ്റിയുള്ള എല്ലാവരെയും നമ്മൾ ജനറലൈസ് ചെയ്തെടുക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ആൻഡ് ആർ ദെൻ എക്സ്റ്റെൻഡഡ് ടു അപ്ലൈ ഓൾ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. അടുത്തത് പേജ് 7. സ്റ്റീരിയോടൈപ്സ് യൂഷ്വലി ആർ നോട്ട് അമനബിൾ ടു ചേഞ്ച് ഡെസ്പൈറ്റ് ഇൻഫർമേഷൻ ആൻഡ് എവിഡൻസ് ടു ദ കോൺട്രാറി. നമ്മൾ തിരിച്ചുള്ള എവിഡൻസ് കൊടുത്താലും തിരിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്താലും നമ്മൾ ആ സ്റ്റീരിയോടൈപ്സിനെ കുറിച്ചുള്ള നമ്മുടെ ആ ബിലീവ്സ് മാറത്തേയില്ല. It doesn't change. Positive and negative stereotype. അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. A stereotype can be negative, can be in either direction, can be positive or negative. ഇനി അടുത്ത് ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സ്റ്റീരിയോടൈപ്സ്. ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളത്. സ്റ്റീരിയോടൈപ്സ് ആർ അക്വയർഡ്. മറ്റുള്ളവരിൽ നിന്ന് അക്വയർ ചെയ്യുന്നതാണ്. സമൂഹത്തിൽ നിന്നോ സ്വന്തം അച്ഛനമ്മയിൽ നിന്നോ ഫാമിലിയിലോ നിന്നോ അക്വയർ ചെയ്യുക. എങ്ങനെ വേണോ അത് അക്വയർ ചെയ്യുക. A major part of development of stereotypes is a major cause of development of stereotypes is inadequate and improper experience. ഇന്നാഡിക്വേറ്റും ഇംപ്രോപ്പറും ആയിട്ടുള്ള എക്സ്പീരിയൻസ് കാരണമാണ് ഈ സ്റ്റീരിയോടൈപ്പ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് പീപ്പിൾ ഓഫ് അതർ ഗ്രൂപ്പ്. മറ്റൊരു ഗ്രൂപ്പിനെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ചില ഇൻഫർമേഷനും കാര്യങ്ങളും കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. എക്സ്പീരിയൻസസ് വിത്ത് എ ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ ഓഫ് അതർ കമ്മ്യൂണിറ്റി ലീഡ് ടു ഫോർമേഷൻ ഓഫ് റോങ് നോഷൻസ് അബൌട്ട് ദം ആൻഡ് ഇറ്റ് ഈസ് ദെൻ ജനറലൈസ്ഡ് ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു 4-5 പേര് നമ്മളടുത്ത് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ വ്യക്തിയുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഇതേ സ്വഭാവക്കാരായിരിക്കുന്നു, നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു. അത് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയാം. സോഷ്യലൈസേഷൻ. പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്റ്റീരിയോടൈപ്സ്. സോഷ്യലൈസേഷൻ ഒരു പ്രധാന റോൾ വഹിക്കുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ ആർ പാരൻസ്. അച്ഛനമ്മമാർ പറഞ്ഞ് ചിലവരെ പഠിപ്പിക്കും, നോക്കൂ ഈ വ്യക്തി വളരെ മോശമാണ്, ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളും മോശമാണ്, നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചായിരിക്കും നമ്മൾ പിന്നെ ഇത് വളരുമ്പോൾ എല്ലാം നമ്മുടെ മനസ്സിൽ ഇത് കിടപ്പുണ്ട്, ഈ പ്രത്യേക വ്യക്തി മോശക്കാരനാണ്, ചീത്തയാണ്, അവരുടെ കുടുംബവും അതുപോലെയാണ്. അപ്പോൾ ആ ഒരു ബിലീഫ് ഉണ്ടായി വരുന്നു. അതൊരു സ്റ്റീരിയോടൈപ്പിന് എക്സാമ്പിളാണ്. ഇമിറ്റേഷൻ. ഇൻ ഓർഡർ ടു ബിക്കം ആൻ അക്സെപ്റ്റബിൾ മെമ്പർ ഓഫ് ദ കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി വി ലീവ് ഇൻ, we simply imitate beliefs, opinions, and attitudes held by them without even thinking their desirability or logical validity.
ഒരു സമൂഹത്തിലുള്ള മറ്റാൾക്കാരോട് ഇടപഴകി പോകാൻ വേണ്ടി ആ സമൂഹം എന്തൊക്കെ ചിന്തകളോ എന്തൊക്കെ രീതികളോ ആവിഷ്കരിച്ച് പോകുന്നുണ്ടോ ആ സമൂഹമായിട്ട് പോകാൻ വേണ്ടി നമ്മളും അതേ ചിന്താരീതികൾ ആവിഷ്കരിച്ച് പോകുന്നു. ഉദാഹരണത്തിന് ഇന്ത്യയിൽ പാകിസ്ഥാൻകാരെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ആൾക്കാരാണ്, അവരുമായിട്ട് എപ്പം യുദ്ധം ചെയ്യേണ്ട ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴായാലും ഒരു പാകിസ്ഥാനിയെ കാണുമ്പോൾ നമ്മൾക്ക് ആ ഒരു ചിന്താരീതിയായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. റിസൾട്ട് ഈസ് ദാറ്റ് നോയിങ്ലി ആർ അൺനോയിങ്ലി വി ഡെവലപ്പ് സ്റ്റീരിയോടൈപ്സ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്റ്റീരിയോടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. അടുത്തത് ട്രഡീഷൻസ് ആൻഡ് ഫോക്ക് വേസ്. ട്രഡീഷൻ ആൻഡ് ഫോക്ക് വേസ് പ്രിവലന്റ് ഇൻ എ കൾച്ചർ ആൾസോ ഹെൽപ്പ് ഫോസ്റ്റർ സ്റ്റീരിയോടൈപ്സ്. പ്രാചീനമായ ട്രഡീഷനായാലും അല്ലെങ്കിൽ ഫോക്ക് ഈ ആചാരങ്ങളും മത ആചാരങ്ങളും എന്തായിരുന്നാലും അത് സ്റ്റീരിയോടൈപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു സാധ്യത ഉണ്ടാകുന്നു. എവരിബഡി ട്രൈസ് ടു ബിഹേവ് അക്കോർഡിംഗ് ടു ദ ട്രഡീഷൻസ്, customs and folk ways prevalent in the society because doing so brings a prestige and a social reputation. ഉദാഹരണത്തിന് ഇപ്പം ചില ആൾക്കാർ ഹിന്ദു മതത്തിലെ ആചാരപ്രകാരം ജീവിച്ചു പോകണം. അപ്പം ചില ഹിന്ദു മതത്തിലുള്ളവർ ചിലർ പറയും ചില ക്രിസ്ത്യാനികൾ വളരെ മോശമാണ്, മോശ പെരുമാറ്റമാണ്, അല്ലെങ്കിൽ ഈ പള്ളിയിലുള്ളവർ വളരെ മോശമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളും ആ രീതിയിലായിരിക്കും ചിന്ത പുലർത്തുന്നത്. കാരണം നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ആ ചിന്തയാണ് എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കുന്നത്. ആ പള്ളിയിലുള്ളവർ വളരെ മോശമാണ്, ചീത്തയാണ്, അവരുമായിട്ട് ഒരു ബന്ധവും പാടില്ല. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റീരിയോടൈപ്പ് ഡെവലപ്പ് ചെയ്യുകയാണ്. അടുത്തത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡിസ്റ്റൻസ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡിസ്റ്റൻസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റീരിയോടൈപ്സ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? സോഷ്യൽ ഡിസ്റ്റൻസ് പ്രിവെൻറ്റ്സ് us ഫ്രം ഗെയിനിങ് റൈറ്റ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് പീപ്പിൾ ഓഫ് അതർ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മറ്റൊരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യമായ അവരെക്കുറിച്ചുള്ള ആചാരങ്ങളും മത ആചാരങ്ങളും നമുക്ക് അറിയില്ല, ആ ഒരു സിറ്റുവേഷൻ. Similarly, due to cultural difference, we lack knowledge about living style, habit, customs, beliefs, opinions, and attitudes of people of other culture. ജൂതന്മാരുടെ കൾച്ചർ ഇവിടെ ഇന്ത്യയിൽ താമസിക്കുന്ന ഇപ്പം എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല ജൂതന്മാർ എങ്ങനെയാണ് അല്ലേ എന്നുള്ളത്. ഇവിടെ ഉള്ള ആൾക്കാർ പറയണ മാത്രമേ എനിക്ക് അറിയാവുള്ളൂ, അത് ഞാൻ വിശ്വസിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. പക്ഷെ എന്നാണോ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇസ്രായേലിൽ പോണത്, ജൂതന്മാരുടെ ഇടയിൽ ജീവിക്കണത്, അവരുടെ മത ആചാരങ്ങൾ കണ്ട് മനസ്സിലാക്കി അവരുമായിട്ട് ഇടപഴകി പോകുന്നത്, അവരുമായിട്ടുള്ള ഇതുവരെയുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് സർവ്വവും പിന്നെ അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ചിന്താരീതികൾ ആ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, ആ ലാക്ക് ഓഫ് നോളജ് കൊണ്ടുണ്ടായതാണ്. അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാക്കണം. ദർ വാസ് എ ഡിസ്റ്റൻസ് ഇൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. This lack of correct knowledge and information about other people provides breeding ground for development and maintenance of stereotypes. അടുത്തത് stereotypes and social life. Stereotypes have profound importance in social life as they directly affect social interactions. നമ്മുടെ സമൂഹമായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷനിൽ വളരെ ഒരു പ്രധാന ഘടകം ആണ് ഈ സ്റ്റീരിയോടൈപ്പിലായിട്ടുള്ള ചിന്താരീതികൾ. സ്റ്റീരിയോടൈപ്സ് സെർവ് എ നമ്പർ ഓഫ് സോഷ്യൽ ഫങ്ഷൻസ്. ഒന്ന്, സ്റ്റീരിയോടൈപ്പ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ബിഹേവിയർ. സോഷ്യൽ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റീരിയോടൈപ്പ് സഹായിക്കുന്നു. സ്റ്റീരിയോടൈപ്പ് ഹെൽപ്പ് കൺട്രോൾ സോഷ്യൽ ബിഹേവിയർ. സോഷ്യൽ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു. ഇൻഫാക്ട് സ്റ്റീരിയോടൈപ്സ് എക്വിപ്പ് us with a power that automatically directs our behavior in a specific direction. സ്റ്റീരിയോടൈപ്പ് കാരണം നമ്മുടെ പെരുമാറ്റം ഒരു പ്രത്യേക രീതിയിൽ വഴിതിരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നു. സ്റ്റീരിയോടൈപ്പ് ഹെൽപ്പ് ഇൻ പ്രഡിക്ഷനെ സഹായിക്കുന്നുണ്ട്, കാര്യങ്ങൾ മുൻകൂട്ടി പറയാനായിട്ട്. വെദർ റൈറ്റ് ഓർ റോങ്, സ്റ്റീരിയോടൈപ്സ് കൺട്രോൾ അവർ സോഷ്യൽ ഇൻട്രാക്ഷൻ. വി ഈവൻ പ്രെഡിക്റ്റ് ബിഹേവിയർ ഓൺ ബേസ് ഓഫ് സ്റ്റീരിയോടൈപ്സ്. ഉദാഹരണത്തിന് ഒരു പ്രത്യേക ജാതിയിലുള്ളവർ കള്ളന്മാരാണെന്ന് നമുക്ക് മുൻകൂട്ടി എല്ലാവരും പറഞ്ഞ് ധരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ മേലിൽ ആ ജാതിയിലുള്ള ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു പ്രഡിക്ഷൻ വയ്ക്കും, ഈ വ്യക്തി കള്ളൻ തന്നെയാണ്. അപ്പോൾ അത് മുൻകൂട്ടി എല്ലാവരും പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് വെച്ച് നമുക്ക് ഒരു പ്രഡിക്ഷൻ അങ്ങനെ കൊണ്ടുവരുന്നു. അടുത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റീരിയോടൈപ്പ് ആൻഡ് പ്രിജുഡിസ്. പ്രിജുഡിസ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. സ്റ്റീരിയോടൈപ്സ് ആൻഡ് പ്രിജുഡിസ് ആർ വെരി സിമിലർ വിത്ത് വെരി ഫൈൻ ഡിഫറൻസ് ബിറ്റ്വീൻ. അവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ നേരിയ ഒരു ഡിഫറൻസും ഒരു ഫൈൻ ഡിഫറൻസാണ് അവിടെ ഉള്ളത്. ഇൻ സ്റ്റീരിയോടൈപ്പ്, all members of a community are treated alike.
ഒരു സ്റ്റീരിയോ ടൈപ്പിൽ വേറൊരു കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരെ എല്ലാവരെയും ഒരുപോലെയാണ് വച്ചിട്ടുള്ളത്. ആസ് ദേ ആർ ബിലീവ്ഡ് ടു ഹാവ് സം സെയിം ക്യാരക്ടറിസ്റ്റിക്സ്, അവർക്കെല്ലാം ഒരേ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് എന്നും പറഞ്ഞ് ഉള്ള ബിലീഫാണ്. വൈൽ പ്രിജുഡിസ് ക്യാൻ ടേക്ക് എനി ഡയറക്ഷൻ, ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പ്രിജുഡിസ് എന്ന് പറയുമ്പം അത് പോസിറ്റീവോ നെഗറ്റീവോ ഡയറക്ഷൻ എടുക്കാൻ പറ്റും. ഇനി പ്രിജുഡിസ് ഈസ് എ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹാസ് ഓൾ ദ 3 കമ്പോണൻസ്. പ്രിജുഡിസിന് അത് അഫക്റ്റീവ് കമ്പോണൻ്റ് ഉണ്ട്, കോഗ്നിറ്റീവ് ഉണ്ട്, ബിഹേവിയറലുണ്ട് പ്രിജുഡിസിന്. ഹൗവർ സ്റ്റീരിയോടൈപ്പ് ഈസ് കോഗ്നിഷൻസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് from person simply because person is a member of a particular group or community. Stereotype എന്ന് പറയുമ്പോൾ അവിടെ കോഗ്നിഷനും എക്സ്പെക്ടേഷനും മാത്രമേ ഉള്ളൂ. മറിച്ച് പ്രിജുഡിസ് എന്ന് പറയുമ്പം അവിടെ അഫക്റ്റീവ് ഫീലിങ്സ് ഉണ്ട്, കോഗ്നിറ്റീവ് മെൻ്റൽ തോട്ട്സ് ഉണ്ട്, ബിഹേവിയറലുണ്ട്. ഈ രണ്ടും തമ്മിലുള്ള നേരിയ വ്യത്യാസം അവിടെയാണ്. സ്റ്റീരിയോടൈപ്സ് ആർ കമ്പാരബിളി മോർ സ്റ്റേബിൾ ദാൻ പ്രിജുഡിസസ്. സ്റ്റീരിയോടൈപ്പ് കുറച്ചുകൂടെ സ്റ്റേബിളാണ് പ്രിജുഡിസിനേക്കാൾ. ഇത്രയാണ് നമ്മുടെ ഈ യൂണിറ്റിൽ ഉള്ളത്. പറയൂ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് നമ്മുടെ യൂണിറ്റ് 1 ബ്ലോക്ക് 3 ഇൻട്രഡക്ഷൻ ടു ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്റ്റീരിയോടൈപ്സ്. സ്റ്റീരിയോടൈപ്സ് ശ്രദ്ധിക്കണം. സ്റ്റീരിയോടൈപ്സ് സാധാരണ ചോദിക്കണതാണ്. നമ്മുടെ അസൈൻമെൻറ്റിനും ഉണ്ടായിരുന്നു സ്റ്റീരിയോടൈപ്പ് എന്നാണ് എൻ്റെ ഓർമ്മ. സ്റ്റീരിയോടൈപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. ആറ്റിറ്റ്യൂഡിൻ്റെ ഡെഫിനിഷൻ അറിയണം. പിന്നെ ഈ 3 തിയറി, നമ്മൾ തിയറി ആറ്റിറ്റ്യൂഡിൻ്റെ തിയറി പറഞ്ഞത് അത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി, അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കുക. ഏതായാലും ഡെഫിനിഷനുകൾ അറിയണം. ആറ്റിറ്റ്യൂഡിൻ്റെ ഡെഫിനിഷൻ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ